Hi, I am Adhira Raj from Access Language School. Today I am going to share with you how to speak on a given topic in the cue card section. Cue card എന്നത് ഒരു നോട്ട് കാർഡാണ്. അതായത് അതിൽ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതാൻ പറ്റുന്നതായിരിക്കും. യൂഷ്വലി അത് യൂസ് ചെയ്യുന്നത് ആക്ടേഴ്സ് അല്ലെങ്കിൽ സ്പീക്കേഴ്സ് ആയിരിക്കും. അവരുടെ ഡയലോഗ്സ് അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പോയിന്റ്സ് ഒക്കെ നേരത്തെ എഴുതി വെക്കുന്ന ഒരു കാർഡാണ് ക്യൂ കാർഡ്. IELTSന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്യൂ കാർഡ് എന്നത് സ്പീക്കിങ്ങിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് ക്യൂ കാർഡ്. ഈ ക്യൂ കാർഡിൽ നിങ്ങളുടെ സ്പീക്കിംഗ് സെക്ഷനിലുള്ള ടോപ്പിക്കും അതിൻ്റെ കൂടെ അതിനെക്കുറിച്ച് കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് കാണും. നിങ്ങൾക്ക് സ്പീക്കിങ്ങിൽ ആ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ ഡിസ്ക്രൈബ് എ പേഴ്സൺ ഹൂ ടോട്ട് യു സംതിങ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നിങ്ങളുടെ ക്യൂ കാർഡ് ടോപ്പിക് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് കാണും. Who is the person? What he or she taught you? What he or she is like? And how you felt about them? ഇങ്ങനെ യൂഷ്വലി 3 അല്ലെങ്കിൽ 4 ബുള്ളറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ സബ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ കൂടെ കാണുന്നതായിരിക്കും. ഇനി ഈ സബ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആ പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഐഡിയ. അല്ലാതെ ടോപ്പിക്ക് വിട്ട് മറ്റൊരു ടോപ്പിക്കിലോട്ട് പോയി നിങ്ങൾ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യരുത്. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഒരിക്കലും മറ്റൊരാളെ കോപ്പി ചെയ്ത് നിങ്ങൾ സ്പീക്കിംഗ് സെക്ഷനിൽ സംസാരിക്കരുത്. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്കറിയാവുന്ന എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്ത് നിങ്ങളുടേതായ ശൈലിയിൽ നിങ്ങൾ സ്പീക്കിംഗ് സെക്ഷൻ ചെയ്യണം. കാരണം നിങ്ങളുടെ എക്സാമിനർ നിങ്ങളെ അസസ് ചെയ്യുമ്പോൾ അവർക്കത് മനസ്സിലാവും. ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ ക്യൂ കാർഡ് സെക്ഷൻ ഒരിക്കലും ഒരു ആൻസർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് ആക്കി മാറ്റരുത്. നിങ്ങളുടെ എക്സാമിന് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങളതിന് യെസ് ഐ ഹാവ് ഡൺ ദിസ് അല്ലെങ്കിൽ ഐ ഹാവ് ദിസ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താതെ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അതിനെ 2-3 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം നിങ്ങളുടെ ക്യൂ കാർഡ് സെക്ഷൻ ചെയ്യാൻ. സോ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ ഡിസ്ക്രൈബ് എ പേഴ്സൺ ഹൂ ടോട്ട് യു സംതിങ് ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബുള്ളറ്റ് പോയിൻ്റ് ആണ് ഹൂ ഈസ് ദ പേഴ്സൺ എന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്ത് പറയാണ്. ഓക്കെ, ഐ ഹാവ് ലേൺഡ് മെനി തിങ്സ് ഫ്രം പീപ്പിൾ അറൗണ്ട് മീ ആൻഡ് വൺ സച്ച് ഇമ്പോർട്ടൻറ്റ് തിങ് ഐ ലേൺഡ് ഈസ് കുക്കിംഗ് ആൻഡ് മൈ മദർ ടോട്ട് മീ കുക്കിംഗ് ആൻഡ് എവർ സിൻസ് ഐ മേഡ് എ പ്ലാൻ ടു ഗോ എബ്രോഡ് ഷീ ഓൾവേസ് ഇൻക്ലൂഡ്സ് മീ ഇൻ ദ കിച്ചൺ. ഇങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ട് വേണം ഒരു സബ് ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്യാൻ. ഓക്കെ, അല്ലാതെ ഒറ്റ ഒരു സെൻറ്റൻസിൽ പറഞ്ഞ് നിങ്ങളുടെ ക്യൂ കാർഡ് സെക്ഷനെ ഷോർട്ടാക്കി മാറ്റരുത്. കാരണം നിങ്ങളുടെ സ്പീക്കിംഗ് സെക്ഷനിൽ നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞാലേ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി അല്ലെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷിനെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ബുള്ളറ്റ് പോയിന്റ്സ് യൂസ് ചെയ്യാതെ നിങ്ങളുടേതായ രീതിയിലാണ് സംസാരിക്കുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ഈ ടോപ്പിക്കിനെ കുറിച്ച് എല്ലാ ഏരിയയും നിങ്ങൾ കവർ ചെയ്യണം. അത് ഏതൊക്കെയാണ് കവർ ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾക്ക് ബുള്ളറ്റ് പോയിന്റ്സിൽ തരിക. അപ്പോൾ കറക്റ്റ് ആ ഒരു ഓർഡറിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്നില്ല എങ്കിലും തന്ന ടോപ്പിക്കിനെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ സ്പീക്കിംഗ് സെക്ഷൻ നിങ്ങൾ ചെയ്യാൻ. സോ ഒരു സബ് ക്വസ്റ്റ്യൻ കൂടെ എടുക്കുകയാണെങ്കിൽ വാട്ട് ഹി ഓർ ഷീ ഈസ് ലൈക്ക്. ഇതാണ് നിങ്ങളുടെ ടോപ്പിക്കിൻ്റെ അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ yes, she is in her 50s and she is not very tall but she is very beautiful and her name is Annie and she has a gifted hand at cooking. So ഇങ്ങനെ വേണം നിങ്ങളുടെ ആൻസർ ചെയ്യാൻ. ഡിസ്ക്രൈബ് ചെയ്ത് ബുള്ളറ്റ് പോയിന്റ്സിൽ പറയുന്ന എല്ലാ പോയിന്റ്സിനെയും നിങ്ങൾ കവർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ സ്പീക്കിംഗ് സെക്ഷൻ ചെയ്യാൻ. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ നിങ്ങളുടെ സ്പീക്കിംഗ് സെക്ഷനിൽ നിങ്ങൾക്ക് നല്ല സ്കോർ ലഭിക്കുന്നതായിരിക്കും. So I think this video is useful for you. For more videos, subscribe Access Language School.